എല്ലാവർക്കും ഡോക്സ്റ്റാർ ലേണിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പോകുന്നത് DRDOയുടെ ഡയറക്ടർ ജനറലിലേക്കാണ് വരുന്നത്. DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിത ആയ വനിത എന്ന് പറയുന്നത് DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിത ആയ വനിത എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ് DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ വനിതയാണ് കേട്ടോ. DRDO ഡയറക്ടർ ജനറലായി നിയമിതയായ രണ്ടാമത്തെ വനിതയാണ് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിത ആയത് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ രണ്ടാമത്തെ വനിത എന്ന് പറയുന്നതാണ് ആര്? ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ എന്ന് പറയുന്നത്. ഇനി അടുത്തിലേക്ക് നമ്മുടെ എയർ കേരളയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. എയർ കേരളയുടെ CEO ആയി നിയമിതനായത് ഹരീഷ് കുട്ടിയാണ്. എയർ കേരളയുടെ CEO ആയി നിയമിതനായത് ആരാണ്? ഹരീഷ് കുട്ടിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു പേരും കൂടെ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ പേര് ഓർത്തു വെച്ചോണം. എയർ കേരളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർ കേരളയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ CEO ആയിട്ടാണ് ഹരീഷ് കുട്ടിയെ നിയമിച്ചത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം, എയർ കേരളയുടെ CEO ആയി നിയമിതനായെന്ന് വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ എയർ കേരളയുമായി ബന്ധപ്പെട്ട് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ CEO ആയി നിയമിതനായത് ആരാണ്? ഹരീഷ് കുട്ടിയാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക, രണ്ട് കാര്യങ്ങളോട് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്ററിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവാൻജി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്ററിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ആരാണ്? ദീപ്തി ജീവാൻജിയാണ്. അപ്പോൾ അവർ പങ്കെടുത്ത അല്ലെങ്കിൽ മത്സരിച്ച വിഭാഗം എന്ന് പറയുന്നത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ വിഭാഗത്തിലാണ് ആര് മത്സരിച്ചത്? ദീപ്തി മത്സരിച്ചതെന്ന് പറയുന്നത്. ഫിനിഷ് ചെയ്ത സമയം എന്ന് പറയുന്നത് 55.82 സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ഓർത്തിരിക്കുക, പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്ററിൽ ദീപ്തി ജീവാൻജിയാണ് വെങ്കല മെഡലാണ് കരസ്ഥമാക്കി. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു 5-6 പോയിന്റ്സ് അവിടുന്ന് പഠിച്ചു വെക്കാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ അടുത്തിടയ്ക്ക് പ്രധാനമന്ത്രി സന്ദർശിച്ച 2 വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ബ്രൂണയാണ് കേട്ടോ. ബ്രൂണയെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്നത്. 2 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ബ്രൂണയാണ്. ബ്രൂണയെ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇനി ബ്രൂണയുടെ തലസ്ഥാനം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ തലസ്ഥാനത്തിന്റെ പേര് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായിട്ടൊരു തീരുമാനം ഈ സന്ദർശനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ ബ്രൂണയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബന്ദർ സരി ബഗാവയാണ് ബ്രൂണയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ബന്ദർ സരി ബഗാവയാണ് ബ്രൂണയുടെ തലസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ബ്രൂണയുടെ തലസ്ഥാനത്തെയും നമ്മുടെ ഇന്ത്യയിൽ ചെന്നൈയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വിമാന സർവീസ് ആരംഭിക്കുവാൻ ഈ സന്ദർശനത്തിന്റെ ഫലമായി ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കുകയുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം. ബ്രൂണയുടെ തലസ്ഥാനമായ ബന്ദർ സരി ബഗാവയും ചെന്നൈയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വിമാന സർവീസ് ആരംഭിക്കുവാൻ തീരുമാനമായി. ഇനി ബ്രൂണൈ സുൽത്താന്റെ പേരൂടെ പഠിക്കുക. വാർത്തകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം പേര് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് അതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ബ്രൂണൈ സുൽത്താന്റെ പേര് എന്ന് പറയുന്നത് ബ്രൂണൈ സുൽത്താൻ എന്ന് പറയുന്ന ആരാണ്? ഹസനൽ ബോൾക്കിയാണ് ബ്രൂണൈ സുൽത്താൻ എന്ന് പറയുന്നത്. ഹസനൽ ബോൾക്കിയാണ് ബ്രൂണൈ സുൽത്താൻ. നമുക്ക് അടുത്തതിലേക്ക് വരികയാണ്. അടുത്ത രണ്ടാമത് സന്ദർശിച്ച രാജ്യം, ബ്രൂണൈ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിച്ച രാജ്യം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ ഈ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഫലമായിട്ടും ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. എന്തൊക്കെയാണ് നമുക്ക് പുറകെ നോക്കാം. പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിച്ചു, സിംഗപ്പൂർ സന്ദർശിച്ചു അല്ലെ. ഇനി ഈ 2 രാജ്യങ്ങൾ സന്ദർശനത്തിന്റെ ഒരു സമ്മറിയാണ് ഇനി പറയാൻ പോകുന്നത്. 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ച വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്രൂണൈ സന്ദർശിച്ചു, അതുപോലെ തന്നെ സിംഗപ്പൂർ സന്ദർശിച്ചു. ബ്രൂണൈ സുൽത്താൻ എന്ന് പറയുന്നത് ഹസനൽ ബോൾക്കിയാണ് ബ്രൂണൈ സുൽത്താൻ. അതുപോലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ആണ് സിംഗപ്പൂരിന്റെ നിലവിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഫലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ സിംഗപ്പൂരും ഇന്ത്യയും തമ്മിൽ 4 ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. അത് ഏതൊക്കെ മേഖലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ,
നൈപുണ്യ വികസനം, ആരോഗ്യ രക്ഷ എന്നീ രംഗങ്ങളിൽ 4 ധാരണാപത്രങ്ങൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ഒപ്പിടുകയുണ്ടായി. അപ്പൊ ഏതൊക്കെ മേഖലകളാണെന്ന് ഓർത്തു വെച്ചോണം. സെമി കണ്ടക്ടർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നൈപുണ്യ വികസനം, അതുപോലെ ആരോഗ്യ രക്ഷ എന്നീ മേഖലകളിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. അപ്പൊ എത്ര എണ്ണമാണെന്ന് പറഞ്ഞു? 4 ധാരണാപത്രങ്ങളാണ് ഒപ്പിട്ടത്. ഇനി അതുപോലെ തന്നെ ഈ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഫലമായി ഉണ്ടായ മറ്റൊരു തീരുമാനമാണ് ഇന്ത്യയുടെ ആദ്യ തിരുവള്ളവർ സാംസ്കാരിക കേന്ദ്രം നിലവിൽ സിംഗപ്പൂരിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ആദ്യ തിരുവള്ളവർ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? സിംഗപ്പൂരിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തിരുവള്ളവർ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് സിംഗപ്പൂരിലാണ്. അടുത്തെന്ന് പറയുന്നത് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് പി ഉബൈദിനെ കാപ്പ ഉപദേശക ബോർഡ് ചെയർമാനായി നിയമിച്ചു. കാപ്പ ഉപദേശക ബോർഡ് ചെയർമാനായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് പി ഉബൈദാണ് കാപ്പ ഉപദേശക ബോർഡ് ചെയർമാനായി നിയമിതനായത്. അടുത്തതിലേക്ക് വരികയാണ്. അടുത്ത നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധ്യക്ഷനാണ്. പുതിയ അധ്യക്ഷനെ നിയമിച്ചു. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് പുതിയതായി നിയമിതനായത്. നിലവിൽ വിരമിച്ച എന്ന് പറയുന്നത് ജസ്റ്റിസ് സുരേന്ദ്ര മോഹനാണ് വിരമിച്ചത്. ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ വിരമിച്ച ഒഴിവിലേക്ക് പുതിയതായി നിയമിതനായ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഓർത്തു വെക്കുക? മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ നമുക്കറിയാം കേന്ദ്രമന്ത്രിമാരും 2 മലയാളികളാണ് കേന്ദ്രമന്ത്രിമാരാണുള്ളത്. സുരേഷ് ഗോപിയും ഉണ്ട്, അതുപോലെ തന്നെ ജോർജ് കുര്യനുമുണ്ട്. ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏത് സംസ്ഥാനത്ത് നിന്നാണ്? മധ്യപ്രദേശിൽ നിന്നാണ്, ഓർത്തു വെക്കുക. ഇനി അടുത്തേക്ക് നമുക്ക് വരാം. പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പാരാലിമ്പിക്സിൽ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചായിരുന്നു. വനിതകളുടെ 400 മീറ്ററിൽ വെങ്കലം നേടിയതെന്ന് പറയുന്ന ആരാണ്? ദീപ്തി ജുവാൻജിയാണ് വനിതകളുടെ 400 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇന്ത്യ 2 മെഡലുകൾ കരസ്ഥമാക്കുകയുണ്ടായി. പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇന്ത്യ 2 മെഡലുകൾ കരസ്ഥമാക്കുകയുണ്ടായി. സിൽവർ, വെള്ളി മെഡലും അതുപോലെ തന്നെ വെങ്കലവും ഇന്ത്യ നേടുകയുണ്ടായി. വെള്ളി നേടിയെന്ന് പറയുന്നത് ബീഹാർ സ്വദേശിയായ ശരത് കുമാർ വെള്ളി മെഡലും തമിഴ്നാട് സ്വദേശിയായ മാരിയപ്പൻ തങ്കവേലു വെങ്കല മെഡലുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ, വെള്ളിയും വെങ്കലവുമാണ്. അതിൽ വെള്ളി മെഡൽ നേടിയത് ശരത് കുമാറും വെങ്കല മെഡൽ നേടിയത് മാരിയപ്പൻ തങ്കവേലുവുമാണ് കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് അമ്പെയ്ത്തിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. അമ്പെയ്ത്തിൽ ഹർവിന്ദർ സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പാരാലിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഇന്ത്യ ആദ്യമായി അമ്പെയ്ത്ത് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. അമ്പെയ്ത്ത് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി എന്ന് പറഞ്ഞ ആരാണ്? ഹർവിന്ദർ സിംഗിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഇനി അടുത്ത ഡേറ്റുമായി ബന്ധപ്പെട്ട് ഡേയുടെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. സെപ്റ്റംബർ 5 നമുക്കറിയാം അധ്യാപക ദിനമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട 3 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട. വേൾഡ് സമൂസ ഡേ, നാഷണൽ ചീസ് പിസ്സ ഡേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. അതിൽ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി, ഇതൊന്ന് പഠിച്ചു വെച്ചോണം. ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി ചാരിറ്റി ആചരിക്കുന്നത് ഏതാണ്? സെപ്റ്റംബർ 5 ആണ്. സെപ്റ്റംബർ 5 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി എന്ന് പറയുന്നതാണ് സെപ്റ്റംബർ 5. ഇനി അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ തെരേസയുടെ ചരമവാർഷിക ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി ആയി ആചരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 5 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി. മദർ തെരേസയുടെ ചരമവാർഷിക ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി ആയി ആചരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് വി പി സത്യൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. വി പി സത്യൻ പുരസ്കാരത്തിന് അർഹയായത് മലയാളി ലോങ് ജമ്പ് താരമാണ് ആൻസി സോജനാണ് അർഹയായെന്ന് പറയുന്നത്. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ വി പി സത്യൻ പുരസ്കാരത്തിന് അർഹയായത് അന്താരാഷ്ട്ര ലോങ് ജമ്പ് താരം ആൻസി സോജൻ, മലയാളിയാണ് കേട്ടോ. അന്താരാഷ്ട്ര ലോങ് ജമ്പ് താരമായ ആൻസി സോജനാണ് വി പി സത്യൻ പുരസ്കാരത്തിന് അർഹയായത്. വി പി സത്യനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ
ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു പറയുന്നത് VP സത്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമായിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതിൽ VP സത്യൻ എന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ VP സത്യനെ അവതരിപ്പിച്ച ആരാണ്? ജയസൂര്യയാണ് VP സത്യനെ അവതരിപ്പിച്ചതെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ VP സത്യൻ പുരസ്കാരം നമ്മൾ പറഞ്ഞു ആൻസി സോജനാണ് കരസ്ഥമാക്കിയെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. VP സത്യൻ പുരസ്കാരത്തിന് അർഹയാകുന്ന ആദ്യ വനിതയാണ് ആര്? ആൻസി സോജൻ എന്ന് പറയുന്നത്. VP സത്യൻ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത എന്ന് പറയുന്ന ആരാണ്? ആൻസി സോജനാണ്. ഇങ്ങനെയുള്ള ഈ അവിടുന്ന് ഇവിടുന്നുള്ള പോയിന്റ്സ് എല്ലാം പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് എങ്ങനെ വേണേലും നമുക്ക് ചോദ്യം വരാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർ എങ്ങനെ വേണേലും തരാം. അപ്പോൾ നമുക്ക് മാക്സിമം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. അതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. VP സത്യൻ പുരസ്കാരത്തിന് അർഹയായ എന്ന് പറയുന്നത് ആൻസി സോജനാണ്. ആൻസി സോജൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? അങ്ങനെ വേണമെങ്കിൽ പേര് തന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് തന്നിട്ട് അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആർട്സ് സ്പോർട്സുമായിട്ടൊക്കെ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതും പഠിച്ചു നോക്കുക. ആൻസി സോജൻ എന്ന് പറയുന്നത് ലോങ് ജമ്പ് താരമാണ്. ലോങ് ജമ്പ് താരമാണ് ആൻസി സോജൻ. VP സത്യൻ പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ വനിതയാണ് ആര്? ആൻസി സോജൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വ്യവസായ നിക്ഷേപ സൗഹൃദം. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ് പ്രഖ്യാപിക്കുകയുണ്ടായി. 2022 റാങ്കിങ്ങിൽ ഒന്നാമത് വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കേരളമാണ്. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ 2020 റാങ്കിങ് നോക്കുക. 2020 കേരളം 28ാം സ്ഥാനത്തായിരുന്നു. 2024 14ാം സ്ഥാനം. 2022 ആയപ്പോഴത്തേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് റാങ്കിങ്ങിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ഇനി ഇത് പ്രഖ്യാപിച്ചത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പേരൂടെ പഠിച്ചു വെക്കുക. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്ന ആരാണ്? പീയൂഷ് ഗോയലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2020 പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ. ഇനി അടുത്തത് എംപോക്സ് ബാധയുമായി ബന്ധപ്പെട്ടതാണ്. ഈ അടുത്തിടയ്ക്ക് എംപോക്സ് ബാധ വളരെ രൂക്ഷമായ ഒരു രാജ്യമാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. കോങ്കോയ്ക്ക് വാക്സിൻ, എംപോക്സിനെതിരായിട്ടുള്ള വാക്സിൻ യൂറോപ്യൻ യൂണിയൻ സംഭാവന അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ നൽകുകയുണ്ടായി. ആദ്യമായിട്ടാണ് അവർക്ക് വാക്സിൻ ലഭിക്കുന്നത്. എംപോക്സ് ബാധ അതുപോലെ രൂക്ഷമായിട്ടുള്ള രാജ്യമാണ് കോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. എംപോക്സ് ബാധ രൂക്ഷം, ഈ അടുത്തിടയ്ക്ക് എംപോക്സ് ബാധ രൂക്ഷമായ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അതാണ് DR കോങ്കോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇനി അടുത്തൊരു നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമിതനായത് മിഷേൽ ബാർണിയാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായതാണ് മിഷേൽ ബാർണിയാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പഠിക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റിന്റെ പേര് കൂടെ നിങ്ങളൊന്ന് പഠിക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പേര് പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രി മിഷേൽ ബാർണിയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ്. ഇനി അടുത്ത സെപ്റ്റംബർ 6 നമ്മൾ വരികയാണ്. സെപ്റ്റംബർ 6 പ്രാധാന്യം പറഞ്ഞാൽ നാഷണൽ റീഡ് എ ബുക്ക് ഡേ. നാഷണൽ റീഡ് എ ബുക്ക് ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 6. നാഷണൽ ഫുഡ് ബാങ്ക് ഡേയും ഇത് തന്നെയാണ്, സെപ്റ്റംബർ 6. വലിയ പ്രാധാന്യമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മറ്റേ നമ്മൾ സെപ്റ്റംബർ 5 ബന്ധപ്പെട്ടൊക്കെ ഡേയ്സ് പറഞ്ഞു, അതിൽ അത്രയും പ്രാധാന്യം കൊടുക്കണ്ട. അപ്പോൾ നാഷണൽ റീഡ് എ ബുക്ക് ഡേ ആചരിക്കുന്നത് സെപ്റ്റംബർ 6. അതുപോലെ നാഷണൽ ഫുഡ് ബാങ്ക് ഡേ എന്ന് പറയുന്നതും സെപ്റ്റംബർ 6. പിന്നെ നമുക്ക് ഇപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എവിടെ നിന്ന് വരും എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഇത്രയും വെയിറ്റേജ് ഉള്ളതുകൊണ്ട് എവിടെ നിന്ന് വേണേലും എങ്ങനെ വേണേലും ചോദ്യം വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമ്മുടെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് അല്ല, എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ളൊരു കാര്യം, ഒരു ടേബിളാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ആർട്സുമായി ബന്ധപ്പെട്ട് കഥാപാത്രങ്ങളും കൃതികളും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ കൃതികളും എഴുത്തുകാരും അതുമായി ബന്ധപ്പെട്ടൊരു ടേബിളാണ് ന്യൂസ് പേപ്പറിൽ വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ പഠിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി ഇവിടെ നമുക്ക് നോക്കാം, ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നോവലാണ് ആന ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്കിന്റെ പേരെന്ന് ഓർത്തിരിക്കുക, ആന ഡോക്ടർ എന്ന നോവൽ എഴുതിയത് ജയമോഹനാണ് കേട്ടോ. ജയമോഹനാണ് ആന ഡോക്ടർ എന്ന നോവലിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്? ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട നോവലാണ് ആന ഡോക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ
പ്രശസ്തരായ കുറച്ച് വ്യക്തികളും അവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് കൃതികളും അതിൻ്റെ എഴുത്തുകാരുമാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ അല്ലെങ്കിൽ സി രാധാകൃഷ്ണന്റെ കൃതിയാണ് ഏത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബുക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഒരു സങ്കീർത്തനം പോലെ ഇതൊക്കെ നമ്മുടെ PSC പരീക്ഷയിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി സി രാധാകൃഷ്ണന്റെ കൃതിയാണ് ഏത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്നത്. അടുത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രന്റെ കൃതി എന്ന് പറയുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കെ സുരേന്ദ്രന്റെ കൃതിയാണ് ഗുരു. അതുപോലെ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവും ശ്രീധരൻ രചിച്ച കൃതിയാണ് ഏത്? പെരുമ്പടവും ശ്രീധരന്റെ കൃതിയാണ് ഏത്? ഒരു സങ്കീർത്തനം പോലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സങ്കീർത്തനം പോലെ ആരുടെയാണ്? പെരുമ്പടവും ശ്രീധരന്റെ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ. പിന്നെ അതുപോലെ തന്നെ ആദ്യകാല മലയാള സിനിമാ നായിക PK റോസിയുടെ ജീവിതത്തെ ആസ്പദമായിക്കൊണ്ട് വിനു എബ്രഹാം എഴുതിയ കൃതിയാണ് നഷ്ടനായിക എന്ന് പറയുന്നത്. നഷ്ടനായിക എന്ന കൃതി ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്? PK റോസിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അടുത്ത മാർത്താണ്ഡവർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി CV രാമൻപിള്ളയുടെ കൃതിയാണ് മാർത്താണ്ഡവർമ്മ എന്നത്. കൃതിയുടെ പേരും ആരുടെ ജീവിതം എന്നുള്ളത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ ധർമ്മരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് CV രാമൻപിള്ളയുടെ കൃതി ഏതാണ്? ധർമ്മരാജ എന്ന് തന്നെയാണ്. അതുപോലെ ശങ്കരാചാര്യരുടെ ജീവിതത്തെ അടിസ്ഥാനമായിക്കൊണ്ട് KC അജയകുമാർ രചിച്ചതാണ് ആദിശങ്കരം എന്ന് പറയുന്നത്. സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് വൈക്കം ചന്ദ്രശേഖരൻ നായർ രചിച്ച കൃതിയാണ് സ്വാതി തിരുനാൾ. അടുത്തത് വീണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് പെരുമ്പടവം ശ്രീധരൻ രചിച്ച കൃതിയാണ് നാരായണം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. പെരുമ്പടവം ശ്രീധരൻ രണ്ട് കൃതികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒരു സങ്കീർത്തനം പോലെ. ആരുടെയാണ്? ഒരു സങ്കീർത്തനം പോലെ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമായിക്കൊണ്ട് രചിച്ച കൃതി എന്ന് പറയുന്നത് ഏതാണ്? നാരായണമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ ആസ്പദമാക്കി രാജൻ തിരുവോത്ത് രചിച്ച കൃതിയാണ് മിഴാവ് എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ ആസ്പദമായിക്കൊണ്ട് രാജൻ തിരുവോത്തിന്റെ കൃതിയാണ് മിഴാവ്. ഈ ഒരു ടേബിള് നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെ വന്നതാണ്, പത്രത്തിനകത്ത് വന്നതാണ്. അപ്പം അത് കറണ്ട് അഫയേഴ്സ് എന്ന നിലയിൽ നമുക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അടുത്തതിലേക്ക് പോവുകയാണ്. ഇനി 900 ഗോളുകൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരമായി ആര് മാറി? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 900 ഗോളുകൾ നേടുന്ന ആദ്യ താരമായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. കരിയറിൽ 900 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തികച്ചു. 900 ഗോള് തികച്ചു. ഇനി ഏത് രാജ്യത്തിനെതിരെയാണ് 900 ഗോൾ എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹം എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിലാണ് 900ാമത്തെ ഗോള് ആര് നേടുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുന്നത്. നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കവച് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കവച് സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരേ ട്രാക്കിൽ എതിർ ദിശയിൽ 2 തീവണ്ടികൾ വന്നാൽ ബ്രേക്കിംഗ് സംവിധാനം, ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിച്ച് അവ കൂട്ടിയിടിക്കാതെ അല്ലെങ്കിൽ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള റെയിൽവേയുടെ സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. കവച് സംവിധാനം കേരളത്തിൽ ആദ്യമായി പരീക്ഷിക്കാൻ പോകുന്നത് എറണാകുളം ഷൊർണൂർ പാതയിലാണ്. അല്ലെങ്കിൽ ഷൊർണൂർ എറണാകുളം പാതയിലാണ് കവച് സംവിധാനം കേരളത്തിൽ ആദ്യമായി നിലവിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എറണാകുളം ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ സെക്ഷനിലെ 108 കിലോമീറ്റർ ദൂരത്താണ് എന്ത് സ്ഥാപിക്കുന്നത്? നമ്മുടെ കവച് സംവിധാനം അല്ലെങ്കിൽ നിലവിൽ വരാൻ പോകുന്നത്. ഇനി അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. വനിതാ ഫുട്ബോളിലെ ഇതിഹാസ താരമായ അലക്സ് മോർഗൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. അലക്സ് മോർഗൻ ഏത് കായിക താരം അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ്? ഫുട്ബോൾ താരമാണ്. US-ന്റെ ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത്? അലക്സ് മോർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ വനിതാ ഫുട്ബോൾ ഇതിഹാസ താരം US-ന്റെ അലക്സ് മോർഗൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ പേര് ഓർത്ത് വെക്കുക. അലക്സ് മോർഗൻ വനിതാ ഫുട്ബോളറാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട നമ്മുടെ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഹൈജമ്പ് വിഭാഗത്തിൽ പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരമാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരമാരാണ്? പ്രവീൺ കുമാർ. ഏത് സംസ്ഥാനം അല്ലെങ്കിൽ പ്രവീൺ കുമാർ ഏത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ എന്നുള്ള കായിക താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശുകാരനായ പ്രവീൺ കുമാറാണ് പാരാലിമ്പിക്സിൽ ഹൈജമ്പ് വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമെന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റിലേക്കാണ് വരുന്നത്.
ജാക്സൺ അവാർഡ് അല്ലെങ്കിൽ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം, ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മൈക്ക് പാണ്ഡെയാണ്. മൈക്ക് പാണ്ഡെയാണ് ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത്. ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്യജീവി പരിസ്ഥിതി മേഖലയിൽ നൽകുന്ന ആഗോള പുരസ്കാരമാണ് ഏത്? ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം എന്ന് പറയുമ്പോൾ വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമായ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് മൈക്ക് പാണ്ഡെ. മൈക്ക് പാണ്ഡെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ചലച്ചിത്രകാരനും പ്രകൃതി സംരക്ഷണ പ്രവർത്തകനുമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, പേര് ഓർത്തിരിക്കുക, മൈക്ക് പാണ്ഡെ. അടുത്തത് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടൊരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 3 പുരസ്കാരങ്ങളാണ്. അത് 3 പേര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായി എന്ന് പറയുന്നത് PN ഗോപികൃഷ്ണനാണ്. NV കൃഷ്ണവാര്യർ സ്മാരക പുരസ്കാരം PN ഗോപികൃഷ്ണനാണ് കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം അർഹയായ എന്ന് പറയുന്നത് S ശാന്തിയാണ്. MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയെന്ന് പറയുന്നത് S ശാന്തി. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരത്തിന് അർഹയായത് T തസ്ലിമയാണ്. ഡോക്ടർ KM ജോർജ് ഗവേഷണ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? T തസ്ലിമ. 3 പേരുകൾ അവിടെ ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി എന്ന് പറയുന്നത് അരുൺ ഗോയൽ. അരുൺ ഗോയൽ ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാജിവെച്ച ഇലക്ഷൻ കമ്മീഷണറാണ് അരുൺ ഗോയൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിലെ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്